IAS 8 അക്കൗണ്ടിംഗ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഇറേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ IAS 8 മെയിൻലി 4 ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താണ് അക്കൗണ്ടിംഗ് പോളിസി എന്നതാണ്. 2 അക്കൗണ്ടിംഗ് പോളിസീസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചും. ദെൻ നമ്മൾ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സിൽ വരുന്ന ചേഞ്ചസും അതുപോലെ തന്നെ ഇറേഴ്സ്, ഇങ്ങനെയുള്ള 4 ടോപ്പിക്കാണ് നമുക്ക് മെയിൻലി IAS 8ൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ IAS 8 എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫോളോ കൺസിസ്റ്റൻസി, എല്ലാ കൊല്ലവും കൺസിസ്റ്റൻസി നമ്മുടെ FSൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഈ പറയുന്ന കറക്ഷൻസും കാര്യങ്ങളും ഒരു അക്കൗണ്ടൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു റൂൾ ബുക്കും കൂടെയാണ് എന്തെന്ന് പറയുന്നത് IAS 8 എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് നമുക്ക് എന്താണ് അക്കൗണ്ടിങ് പോളിസി എന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി എടുക്കുന്ന റൂൾസ് അല്ലെങ്കിൽ മെത്തേഡുകളെയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഫിഫോ വേഴ്സസ് വെയ്റ്റഡ് ആവറേജ്, അതായത് ഇൻവെൻട്രിയുടെ മെഷർമെൻറ്റിന് ഫിഫോ എടുക്കണോ വെയ്റ്റഡ് ആവറേജ് എടുക്കണോ, അങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. കമ്പനിക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. കമ്പനി ഇപ്പോൾ ഫിഫോ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിലായിരിക്കും ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. രണ്ടാമത്തേത് കോസ്റ്റ് മോഡൽ വേഴ്സസ് റീവാലുവേഷൻ മോഡൽ. ഇത് നമ്മുടെ നോൺ കറൻറ്റ് അസറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കമ്പനി റീവാലുവേഷൻ മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിൻ്റെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് നമ്മൾ റീവാലുവേഷൻ മെത്തേഡിലായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് വേഴ്സസ് എക്സ്പെൻസ്, ബോറോയിങ് കോസ്റ്റുകൾ ക്യാപിറ്റലൈസ് ചെയ്യണോ അതോ എക്സ്പെൻസ് ആയിട്ട് ബുക്സിൽ കാണിക്കണോ എന്നൊക്കെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, ഇതിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ മെത്തേഡ് അല്ലെങ്കിൽ ഓരോ റൂളിനെയാണ് നമ്മൾ സിംപ്ലി അക്കൗണ്ടിങ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ IAS 8 അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള സാഹചര്യം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് IAS 8, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെലവൻറ്റും റിലയബിളുമായിരിക്കണം. എന്താണ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെലവൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് ഉണ്ടല്ലോ, ഈ യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, പ്രോപ്പറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ട് അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സോ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള എന്ത് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മാത്രമേ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് യൂസേഴ്സിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ റെലവൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് രണ്ടാമത്തേത് റിലയബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ആ ഒരു ഇൻഫർമേഷൻ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമ്മുടെ ബിസിനസ്സിൻ്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അവർക്കത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബുക്സിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല, നമ്മൾ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻറ്റും റിലയബിളുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് IAS 8 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. സോ സിംപിളി പറയുവാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസ് ഷുഡ് ഷോ ദ റിയൽ സ്റ്റോറി, നോട്ട് എ മാനിപ്പുലേറ്റഡ് വൺ. അക്കൗണ്ടന്റ്മാർ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന റിയൽ സ്റ്റോറി വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കാൻ, അല്ലാണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അതായത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ആയിരിക്കരുത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഇത് എന്താണ് അക്കൗണ്ടിങ് പോളിസി എന്നുള്ളത് നോക്കി. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ചസ് സംഭവിക്കും. സോ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായിരിക്കണം, കമ്പാരബിൾ ആയിരിക്കണം. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഇൻഫർമേഷൻസും ഈ കൊല്ലത്തെ ഇൻഫർമേഷൻസും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം.
സോ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോളിസീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. പോളിസീസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയറബിലിറ്റി അവിടെ പോസിബിൾ അല്ല. സോ ടു മെയിൻറ്റെയിൻ കമ്പാരബിലിറ്റി ഓവർ ഇയേഴ്സ്, വർഷങ്ങളോളം കമ്പാരബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി പോളിസീസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറില്ല എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് can change only if required by IFRS and gives better and more relevant information. നമ്മൾ മെത്തേഡ്സ് അല്ലെങ്കിൽ റൂൾസ്, അതായത് അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. എപ്പോൾ IFRS നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, IFRS പ്രകാരം നമ്മൾ പോളിസി ചേഞ്ചസ് വരുത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ മോർ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേറെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോളിസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ റെക്കഗ്നിഷൻ, പ്രസൻറ്റേഷൻ, മെഷർമെൻറ്റ്, ദെൻ ഇറ്റ് ഈസ് എ പോളിസി ചേഞ്ച്. സോ റെക്കഗ്നിഷൻ, നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്യുന്നതിൽ, പ്രസൻറ്റ് ചെയ്യുന്നതിൽ, മെഷർ ചെയ്യുന്നതിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും, അതൊരു പോളിസി ചേഞ്ചാണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഇങ്ങനെ ഒരു പോളിസി ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനാണ് നടക്കുക. എന്താണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പോളിസി ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാനിവിടെ ജസ്റ്റ് PC എന്ന് എഴുതുവാണ്, വിച്ച് മീൻ പോളിസി ചേഞ്ച്. സോ ഈ ഒരു പോയിന്റിൽ പോളിസി ചേഞ്ച് സംഭവിച്ചു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ പോളിസി ചേഞ്ച് സംഭവിച്ചാൽ നമ്മൾ മുന്നോട്ടുള്ള ടൈമിൽ, മുന്നോട്ടുള്ള ടൈം പീരീഡിൽ അതിനനുസരിച്ചായിരിക്കും ബുക്സിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് അല്ലേ. സോ ഇങ്ങോട്ട് നമ്മൾ അതിൻ്റെ എഫക്റ്റ് കാണിക്കും. ഇങ്ങോട്ട്, അതായത് ആ ഒരു പോയിന്റ് മുതൽ മുന്നോട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ പോരാ, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ പോരാ, അതിന് മുന്നേ ഉള്ള കാലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ചസ് വരുത്തണം. സോ അങ്ങനെ ആ ഒരു പ്രസൻറ്റ് ടൈം മുതൽ മുന്നോട്ടും അതിന് പിന്നിലോട്ടും നമ്മൾ ചേഞ്ചസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പരിപാടിനെയാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. 2025 നമ്മൾ SOPLും നമ്മൾ SOFP ഒക്കെ പ്രിപ്പയർ ചെയ്തു. SOPL പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 2025 പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഒരു $2 lakh ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ പ്രോഫിറ്റ് അൾട്ടിമേറ്റ്ലി എങ്ങോട്ടേക്കാണ് പോകുന്നത്, പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഇത് കറൻ്റ്ലി 2026 ആണ് എന്നത്. സോ 2025 പ്രോഫിറ്റ് 2 lakh ആണെന്ന് നമുക്ക് അറിയാം. ഇതെങ്ങോട്ടാണ് പോയതെന്നും അറിയാം, റീറ്റേൺഡ് ഏർണിങ്സ്. സോ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് എല്ലാം ആദ്യം മുതലേ SOPL നേരെ പ്രോപ്പറായിട്ടിരുന്ന് വരച്ച് ചെയ്യുക എന്നല്ല. അൾട്ടിമേറ്റ്ലി കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഫിഗറിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുക. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രോഫിറ്റ് പോയിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അഡ്ജസ്റ്റ് ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ദെൻ റീസ്റ്റേറ്റ് കമ്പാരിറ്റീവ് ഫിഗേഴ്സ്, അതായത് SOFPയിലും കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയും എന്തെങ്കിലും ഫിഗേഴ്സ് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ SOFPയിൽ ആ ഫിഗേഴ്സ് മാറ്റി കാണിക്കുക. അതായത് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2025 ബുക്സിൽ നമ്മൾ കാണിച്ചത് ഒരു $10,000 വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പോളിസി ചേഞ്ച് ചെയ്തു, $50,000 ആണെന്ന്, ആ ഒരു അസറ്റിന് വാല്യൂ എന്തോ ഒരു കാരണങ്ങളുണ്ട് മാറിയെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുക, ബുക്സിൽ പോയിട്ട് 10,000 മാറ്റി 15,000 ആക്കി അപ്ഡേറ്റ് ചെയ്യുക. സോ അതാണ് റീസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അസറ്റ്സ് മാത്രമല്ല, ലയബിലിറ്റീസോ ഇക്വിറ്റീസോ ആയിട്ടിലാണോ എവിടെയാണോ ഫിഗേഴ്സിൽ മാറ്റം വരുത്തേണ്ടത് ആ ഒരു ഐറ്റം അവിടെ മാറ്റം വരുത്തുക. അതാണ് റീസ്റ്റേറ്റ് കമ്പാരിറ്റീവ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി
ഈ ഒരു 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇംപോസിബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്താണ് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ്? റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ചിന് മുന്നേയും ശേഷവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റം വരുത്തും. അത് റെട്രോസ്പെക്റ്റീവ്. 2 സൈഡിലും മാറ്റം വരും. പക്ഷേ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ചേഞ്ച് സംഭവിച്ചത്, ആ ചേഞ്ച് സംഭവിച്ചത് മുതൽ മുന്നോട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ചേഞ്ച് ആപ്ലിക്കബിൾ ആക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഇനി മുന്നോട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യും. സോ നമുക്ക് റിട്ടേൺ ഏർണിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പാരിറ്റീവ് ഫിഗേഴ്സ് റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഫിഗേഴ്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് എഴുതും. അങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്? ഡിപ്രീസിയേഷൻ്റെ ഫോർമുല എന്താണ്? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് അല്ലേ? ഇതിലെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആ ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത പ്രൈസ്. പക്ഷേ ഈ സ്ക്രാപ്പ് വാല്യൂവും യൂസ്ഫുൾ ലൈഫും ഒക്കെ ആരാ കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു അസറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അവർ പറയില്ല സ്ക്രാപ്പ് വാല്യൂ ഇത്രയാണ്, യൂസ്ഫുൾ ലൈഫ് ഇത്രയാണെന്നും പറഞ്ഞിട്ട് അവർ ഗ്യാരണ്ടി ഒന്നും ചെയ്യില്ല. നമ്മൾ നമ്മുടെ ഒരു ഊഹാബോഹത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വാല്യൂ ഇടും. അത് ചിലപ്പോൾ പാസ്റ്റ് ഈവൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേണൊക്കെ വെച്ചായിരിക്കും നമ്മൾ ഈ സ്ക്രാപ്പ് വാല്യൂവും അതുപോലെ തന്നെ യൂസ്ഫുൾ ലൈഫൊക്കെ നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു അസറ്റിന് അസ്യൂം ചെയ്ത് എഴുതി യൂസ്ഫുൾ ലൈഫ് 15 ഇയേഴ്സ് ആണെന്ന്. ഇത് ഞാൻ അസ്യൂം ചെയ്ത് എഴുതിയതാണ്, അല്ല എൻ്റെ എസ്റ്റിമേഷനാണ് 15 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അസറ്റ് 15 കൊല്ലം അല്ല 20 കൊല്ലം പോകാൻ പറ്റുന്ന ഒരു അസറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. സോ എൻ്റെ എസ്റ്റിമേഷൻ എന്ത് ചെയ്തു? തെറ്റിപ്പോയി അല്ലേ? ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തു, ഞാൻ 15 ഇയേഴ്സ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്തത് തെറ്റിപ്പോയി. ആക്ച്വലി 20 ഇയേഴ്സ് ഉണ്ട്. സോ ഇതാണ് ആക്ച്വലി ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആയിരുന്നു, അതിൽ ചേഞ്ച് വന്നു. അതാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ എസ്റ്റിമേറ്റ്സ് ആർ ദ വാല്യൂസ് ദാറ്റ് ആർ അൺസർട്ടൈൻ. നമുക്കറിയില്ല അതിൻ്റെ വാല്യൂ എത്രയാണെന്ന്. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും. എന്തിൻ്റെ ബേസിസിൽ? ബേസ്ഡ് ഓൺ ജഡ്ജ്മെൻറ്റ്. അതാണ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൽ ചേഞ്ച് സംഭവിച്ചാൽ ഇതെല്ലാം ഊഹാപോഹത്തിൽ നമ്മൾ ചെയ്യുന്നതാണല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമുക്ക് പുറകിലോട്ട് പോയി തിരുത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻ. അതുകൊണ്ട് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ആ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ്സ് നടക്കുന്നത് മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാറ്റം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറയുന്നത് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇറേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്തൊക്കെയോ മിസ്റ്റേക്സ് സംഭവിച്ചു. എങ്ങനെയാണ് ഈ മിസ്റ്റേക്കുകൾ സംഭവിച്ചത്? ഒന്നുകിൽ നമ്മൾ കാൽക്കുലേഷൻ ഇറേഴ്സ് ആയിരിക്കും, മാത്ത് ഇറേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റോങ് പോളിസീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളോ നടന്നത് വഴി എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കാലങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇറേഴ്സ് എന്ന് പറയുന്നത്. സോ ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി കണ്ടുപിടിച്ചു. എങ്കിൽ നമ്മൾ അവിടെ എന്താണ് നടത്തുന്നത്? റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇറർ സംഭവിച്ചിട്ടുണ്ട്, പാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ഇറർ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കി. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആപ്ലിക്കേഷൻ പിന്നിലോട്ടും മുന്നിലോട്ടും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ അസറ്റും ലയബിലിറ്റീസും ഇക്വിറ്റീസും എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് പോയി റീസ്റ്റേറ്റ് ചെയ്യുക, അത് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് ഓപ്പണിംഗ് റീറ്റേൺഡ് ഏർണിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, റീറ്റേൺഡ് ഏർണിങ്സ്. സോ റീറ്റേൺഡ് ഏർണിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി പ്രോഫിറ്റ് അഡ്ജസ്റ്റഡ് ആയിക്കോളും. ആൻഡ് മൂന്നാമത് വേറെന്തെങ്കിലും ഐറ്റംസ് ഓൾസോ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ P&Lൊക്കെയുള്ള ഐറ്റംസ് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതും പോയി റീസ്റ്റേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ഫൈനലി നമ്മൾ 3 ബാലൻസ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ഈ കൊല്ലത്തെ പ്രസൻറ്റ് ഇയറിലെ എൻഡിലുള്ള ബാലൻസ് ഷീറ്റ്, 2026 ഇയർ എൻഡിലുള്ള SOFP കാണിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ എൻഡ് 2025 എൻഡിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കണം. അതുപോലെ തന്നെ ബിഗിനിങ്ങിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും കാണിക്കണം, ഒരു ഇറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ആക്ച്വലി IAS 8 അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഇറേഴ്സിൽ പഠിക്കാനുള്ളത്. എന്താണ് ഈ അക്കൗണ്ടിങ് പോളിസി, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, ഇറേഴ്സ് എന്നുള്ളത് നോക്കുക. അതിലെന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയാൽ ഈ ഒരു പ്രശ്നം ശരിയാകും എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് കവറാവും. ഓക്കെ.